ആരാണ് മാവേലി? കുടവയറും ഓലക്കുടയുമായി ഓണത്തിന് വരുന്ന വെറും ഒരു രാജാവല്ല മാവേലി. സത്യത്തിൽ മാവേലി എന്ന പേര് തന്നെ തെറ്റാണ്. മഹാബലി എന്നാണ് യഥാർത്ഥ പേര്. എന്തും ത്യജിക്കാൻ തയ്യാറായവൻ എന്നാണ് മഹാബലി എന്ന വാക്കിനർത്ഥം. സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ബലി നൽകാൻ പോലും മടിക്കാത്ത ഒരു മഹാനായ രാജാവായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ മഹാബലി എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ മഹാബലി എന്ന പേര് മാറ്റി മാവേലിയാക്കി അതിശക്തനും ബലശാലിയുമായിരുന്ന മഹാബലിയെ കുടവയർ ഉള്ള ഒരു കോമാളിയാക്കി മാറ്റി വേഷം കെട്ടി ആഘോഷിക്കുന്നു. എന്നാൽ ആർക്കും അറിയാത്ത മഹാബലിയുടെ കഥ ഇങ്ങനെയാണ്. വിഷ്ണു ഭക്തനും പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ പുത്രനും അസുര ചക്രവർത്തിയുമാണ് ഐതിഹ്യത്തിലെ ശക്തനും അജയനും പ്രബലനും നീതിമാനും ദാനശീലനുമായിരുന്ന മഹാബലി. അദ്ദേഹത്തിന്റെ രാജ്യത്ത് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു. കള്ളമില്ല, ചതിയില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യസമൃദ്ധമായ രാജ്യം. നീതിമാനായ ബലിയുടെ കീർത്തി വിശ്വമാകെ പടർന്നു. ഇത്രത്തോളം വളർന്ന ജനങ്ങൾ ദൈവത്തെ പോലെ കാണുന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി. അശ്വമേധങ്ങളിലൂടെ ശക്തനായ മഹാബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി മഹാവിഷ്ണുവിനെ കാണുകയും മഹാബലിയെ പരീക്ഷിക്കാൻ മഹാവിഷ്ണു തീരുമാനിക്കുകയും ചെയ്തു. ആ സമയം വിശ്വം ജയിക്കാൻ വിശ്വജിത്ത് യാഗം നടത്തുകയായിരുന്നു മഹാബലി. മഹാവിഷ്ണു ബ്രാഹ്മണകുമാരനായ വാമനനായി അപ്പോൾ മഹാബലിക്ക് മുന്നിലെത്തി. വാമനൻ മഹാബലിയോട് 3 കാലടി മണ്ണ് ദാനമായി ചോദിക്കുകയും ചെയ്തു. ദാനശീലനായ മഹാബലി അത് സമ്മതിച്ചു. പക്ഷേ അസുര ഗുരുവായ ശുക്രാചാര്യർക്ക് വാമനനെ കണ്ട് സംശയം തോന്നുകയും അത് തടയാനായി മഹാബലി ദാനം നൽകുന്നതിന് മുൻപായി കാലു കഴുകാനായി എടുത്ത കിണ്ടിയിൽ ഒരു വണ്ടിന്റെ രൂപത്തിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തു. എന്നാൽ മഹാവിഷ്ണു ഇത് മനസ്സിലാക്കി ഒരു പുല്ലെടുത്ത് കിണ്ടിയിൽ കുത്തുകയും ശുക്രാചാര്യരുടെ കണ്ണ് പൊട്ടുകയും ചെയ്തു. ഇതൊന്നും കാര്യമാക്കാതെ മഹാബലി വാമനന് 3 അടി മണ്ണ് ദാനം നൽകാൻ തുടങ്ങി. പെട്ടെന്ന് വാമനന്റെ ഉടൽ വിശ്വത്തോളം വളരുകയും വാമനൻ 2 കാലടികൾ വച്ച് പ്രപഞ്ചം മുഴുവൻ അളക്കുകയും ചെയ്തു. 3ാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു. വിഷ്ണു അവതാരമാണ് വാമനൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തന്റെ ശിരസ് താഴ്ത്തി കൊടുത്തു. വാമനൻ മഹാബലിയുടെ ശിരസിൽ കാൽവെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണിതെന്നാണ് മലയാളികളുടെ ഐതിഹ്യം. തന്നെ ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണണമെന്ന് മഹാബലി മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ മഹാബലി മലയാളികളെ കാണാൻ തിരുവോണത്തിന് എത്തുന്നു. മഹോത്സവമായ ഓണത്തിന്റെ നായകനായി മഹാബലി മാറി. അത്തം മുതൽ 10 ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ജാതി മതഭേദമന്യേ ഓണം കൊണ്ടാടുന്നു.